ഈ വേദിയിൽ ഞാൻ സ്വാഗതം പറയുകയാണ്. ഇന്ന് ഈ വേദിയിൽ എത്തിയിട്ടുള്ള പ്രശസ്തനായ നമ്മുടെ വഞ്ചൂർ പ്രവീൺ കുമാർ സാറിനെ ഈ വേദിയിലേക്ക് ഞാൻ ഹാർദവപുരസ്സരം സ്വാഗതം ചെയ്യും. നിങ്ങൾ മൂന്നുപേർക്ക് വന്നേ. പ്രവീൺ സാർ നല്ലൊരു ഗൈഡ് കൊടുക്കണം പ്രവീൺ സാറിനെ വേദിയിലേക്ക്. ഓണം ഋതുരാഗം 2K25 എന്ന ശ്രുതിലെ ഓണം പരിപാടിയിലേക്ക് ഹാർദവമായ സ്വാഗതം. താങ്ക് യു സർ. അടുത്ത വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അർച്ചന കൃഷ്ണ. താങ്ക് യു. അജിത ടീച്ചറിനെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല. എന്നാലും നമ്മളോടൊപ്പം ആണ് എന്നും സംഗീത പാഠങ്ങളും ചെറിയ ചെറിയ മ്യൂസിക് ടിപ്പുമായി. എന്നാലും ഔദ്യോഗികമായി തന്നെ ഞാൻ അജിത ടീച്ചറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. താങ്ക് യു ആൾ. നമ്മളിപ്പം ഇന്ന് ഉദ്ഘാടകനായി എത്തിയിരിക്കുന്ന വഞ്ചൂർ പ്രവീൺ കുമാർ സാറിനെ പറ്റി എല്ലാവർക്കും അറിയാം. അദ്ദേഹം 50 വർഷത്തിലേറെ കലാരംഗത്ത് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. 50 വർഷത്തിലേറെ. കാര്യം കഥാപ്രസംഗം ആണ് അദ്ദേഹത്തിൻ്റെ തട്ടകം എന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്, ഇൻ്റർവ്യൂവിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. കഥാപ്രസംഗ വേദിയിലൂടെ നാടകരംഗത്തും അതുപോലെ തന്നെ സിനിമാ രംഗത്തും സീരിയൽ രംഗത്തും പ്രവർത്തിക്കുന്ന ഒരു അപൂർവ പ്രതിഭ എന്ന് പറയാം. ഇപ്പോഴും ഡബിങ്ങിലും അതുപോലെ തന്നെ ഷൂട്ടിങ്ങുമായി വളരെ തിരക്കുള്ളൊരു മനുഷ്യനാണ് വഞ്ചൂർ പ്രവീൺ കുമാർ സാറ്. ഇന്നിപ്പോൾ താമസിക്കുന്നത് കഴക്കൂട്ടത്താണ്. അദ്ദേഹം അവിടെ നിന്ന് വരുന്നതിനുള്ള ഒരു യാത്ര തടസ്സമുണ്ടായതിനാൽ അല്പം താമസം. നമ്മൾ പറഞ്ഞ 11-11:30 ആ സമയത്തിനകത്ത് തന്നെ നമുക്ക് തുടങ്ങാൻ കഴിഞ്ഞു എന്നുള്ളതൊരു ഇതാണ്. അദ്ദേഹം ഞങ്ങൾക്ക് ഈ സ്വാഗത പ്രസംഗത്തിൽ വളരെ ഭംഗിയായി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും. ആദ്യത്തെ ശ്രുതിലയ ഹാർദവമായി ഈ ഓണം പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യും. താങ്ക് യു. അടുത്തതായി ഞാൻ സ്വാഗതം പറയുന്നത് അർച്ചന കൃഷ്ണൻ പോവാണ്. എന്തായാലും തിരക്കിൻ്റെ ഇടയിൽ ഇവിടെ വന്നെത്തി അർച്ചന കൃഷ്ണയ്ക്ക് സ്വാഗതം ചെയ്യുന്നു. ഏഷ്യാനെറ്റിലെ സീതാ കല്യാണം, സാന്ത്വനം, അതുപോലെ കാതോട് കാതോരം, മഴവിൽ മനോരമയിൽ ഭാഗ്യദേവത, റാണി രാജ, അതുപോലെ സി കേരളയിൽ ഭാഗ്യലക്ഷ്മി, മാംഗല്യം, സൂര്യയിലെ കന്യാദാനത്തിലൊക്കെ അഭിനയിച്ചിട്ടുള്ള പ്രശസ്തയായ സീരിയൽ നടി നമുക്ക് കിട്ടിയിൽ വളരെ അത്യധികം ഇന്ന് സുതിലയെ സന്തോഷിക്കുകയാണ്. പ്രത്യേകത്തെ സുതിലയുടെ ഈ ഓണം പരിപാടിക്ക് താരത്തിളക്കം ഉണ്ടായി. താങ്ക് യു. നല്ലൊരു കൈഡിയോടുകൂടി സ്വാഗതം ചെയ്യാൻ മാഡം. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഔദ്യോഗികമായി ഉദ്ഘാടന പ്രസംഗം നടത്തി ഇന്ന് ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നതിനായിട്ട് വഞ്ചൂർ പ്രവീൺ കുമാർ സാറിനെ ഹാർദവമായി സുതിലയെ സ്വാഗതം ചെയ്യാം. ഏറെ സ്നേഹവും ബഹുമാനമുള്ള ഈ നല്ല ചടങ്ങിൽ അധ്യക്ഷ പദം അലങ്കരിക്കുന്ന
ശുദ്ധിലയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് ശ്രീ ഗണേശൻ ആർ അവർകൾ, ഈ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ച ശുദ്ധിലയുടെ പ്രിയങ്കരനായ സെക്രട്ടറി ശ്രീ അനിൽകുമാർ KS, ഇന്ന് ഈ ചടങ്ങിന് ആശംസ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്ന എൻ്റെ അനുജത്തി, എൻ്റെ സഹപ്രവർത്തക, പ്രശസ്ത സിനിമ സീരിയൽ താരം പ്രിയപ്പെട്ട അർച്ചന കൃഷ്ണ, ആശംസ അർപ്പിച്ച് സംസാരിക്കുന്ന പ്രിയപ്പെട്ട സംഗീത അധ്യാപികയും സംഗീതത്തിൽ അവഗാഹമായ ജ്ഞാനവുമുള്ള, ഞാൻ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട അജിത ടീച്ചർ, മറ്റൊരു സ്വാഗത പ്രാസംഗികയായ ശുദ്ധിലയയുടെ ജോയിൻറ്റ് സെക്രട്ടറി ഡോക്ടർ വി ശോഭ, അവസാനമായി സ്വാഗതം ആശംസിക്കുന്ന ശുദ്ധിലയയുടെ വൈസ് പ്രസിഡന്റ് ശ്രീമതി തങ്കമണി കൃഷ്ണകുമാർ, കൃതജ്ഞത അർപ്പിച്ച് സംസാരിക്കുന്ന ട്രഷറർ അശോകൻ K. ഇന്ന് ഈ ആഘോഷ പരിപാടിയിൽ പങ്കെടുത്ത് ശുദ്ധിലയയുടെ ഋതുരാഗം എന്ന ഈ മനോഹരമായ പരിപാടി വിജയിപ്പിക്കുവാൻ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ശുദ്ധിലയയുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, ശുദ്ധിലയയുടെ ശക്തി ദുർഗമായി ശുദ്ധിലയോടൊപ്പം സഞ്ചരിക്കുന്ന പ്രിയമുള്ളവരെ, അമ്മമാരെ, സഹോദരിമാരെ, ഒരു നല്ല ചടങ്ങിനാണ് നാം എല്ലാം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അനന്തപുരി ശുദ്ധിലയ മ്യൂസിക് ഞാൻ ആദ്യമായി കേൾക്കുന്നത് ബഹുമാനപ്പെട്ട ശ്രീമതി അജിത ടീച്ചറിലൂടെയാണ്. ഏതാണ്ട് ഒന്ന് രണ്ട് ആഴ്ചയ്ക്ക് മുമ്പേ ടീച്ചർ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു പരിപാടിയുണ്ട്, ആ പരിപാടിയിൽ പങ്കെടുക്കണം, പറ്റുമോ എന്നോട് ആരോഗ്യം. അപ്പോൾ ഞാൻ ആ സമയം ഇപ്പോഴും തിരക്കിലാണ്, അല്പം തിരക്കിലാണ്, ഷൂട്ടിൻ്റെ ഒരു തിരക്കുള്ളതുകൊണ്ട് ഞാൻ പറയാം ടീച്ചർ പിന്നെ പറയാമെന്നാണ് പറഞ്ഞു വെച്ചത്. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോൾ ടീച്ചർ വീണ്ടും എന്നെ വിളിച്ചിട്ട് ചോദിച്ചു എന്തായി. അപ്പോൾ എനിക്ക് മനസ്സിലായി ടീച്ചർക്ക് വേണ്ടപ്പെട്ട, ടീച്ചർ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരു മ്യൂസിക് ക്ലബ്ബാണ് ശുദ്ധിലയ എന്നെനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ അത്ര ആത്മാർത്ഥമായി എന്നെ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ അനിൽകുമാർ വിളിച്ചു. അദ്ദേഹം എന്നോട് കുറേ നേരം സംസാരിച്ചു. ശുദ്ധിലയ ഇവിടെ ഇപ്പോൾ അദ്ദേഹം സ്വാഗതം ആശംസിച്ചതുപോലെ ശുദ്ധിലയെക്കുറിച്ച് വാദോരാതെയാണ് എന്നോട് കുറേ നേരം സംസാരിച്ചത്. അപ്പോൾ ഇതിൽ പങ്കെടുക്കാൻ വരുന്ന ഒരാളെന്ന നിലയിൽ എന്നെ കുറേ കാര്യങ്ങൾ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള ഒരു ശ്രമമായിരുന്നു അദ്ദേഹം നടത്തിയത്. അപ്പോൾ ഏതാണ്ട് പകുതിയൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് നിസാരപ്പെട്ട ഒരു കൂട്ടായ്മയല്ല, വളരെ ശക്തിയോടെ ഗായകരെയും പാടാൻ ആഗ്രഹിക്കുന്നവരെയും ആത്മാർത്ഥമായി പ്രോത്സാഹിപ്പിക്കാൻ നിലകൊള്ളുന്ന ഒരു കൂട്ടായ്മയാണ് എന്നെനിക്ക് ആ വർത്തമാനത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. ഇവിടെ വന്നപ്പോൾ അതിന് കുറേ കൂടി ആക്കം കൂടി. മനോഹരമായ ഒരു അത്തപ്പൂക്കളവും മാവേലി തമ്പുരാനും വാമനനും പുലിയും അതിനേക്കാൾ പുലികളായ നിങ്ങളുമൊക്കെ സമ്മിശ്രമായി സമ്മേളിച്ചിരിക്കുന്ന ഒരു മനോഹരമായ വേദിയാണ് ഇത് എന്നെനിക്ക് മനസ്സിലായി. ഇത് സംഭവിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇതിന് നേതൃത്വം നൽകുന്നവരുടെ കാര്യക്ഷമമായ ആത്മാർത്ഥമായ പ്രവർത്തനങ്ങളുടെ ഫലമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിലിതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ മാത്രം പറഞ്ഞാൽ പോരെ, ഇതിൽ സഹകരിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും അതിനകത്ത് വ്യക്തമായ പങ്കുണ്ട്. ഇവിടെ സ്വാഗത പ്രസംഗകൻ സൂചിപ്പിച്ചു, ഇന്നലെ രാത്രി മുഴുവനും ഈ അത്തപ്പൂക്കളം ഒരുക്കാൻ ഇവിടെ എല്ലാവരും സന്നിഹിതരായിരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ കൂട്ടായ്മയുടെ ശക്തി മനസ്സിലാക്കുന്നുണ്ട്. സാധാരണഗതിയിൽ മൈക്ക് വെച്ച് കിട്ടിക്കഴിഞ്ഞാൽ രാവിലെ സാരിയും സാവേരിയും ജുബ്ബയും മുണ്ടുമൊക്കെ ഉടുത്ത് ഒരു ചെറിയ ഷൈനിങ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സാധാരണഗതിയിൽ ഇത്തരം ചടങ്ങുകളിൽ പങ്കെടുക്കാനാണ് ആളുകൾക്കിഷ്ടം. അല്ലാതെ ഇത് സംഘടിപ്പിക്കുന്ന ആളുകളുടെ കൂടെ നിന്നുകൊണ്ട്
അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാൻ മനസ്സുള്ളവർ വളരെ കുറവാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ഇന്നലെ രാത്രിയും ഈ അത്തപ്പൂക്കളം ഇടുവാനും ഇവിടെ മറ്റ് ഒരുക്കങ്ങൾ ചെയ്യുവാനുമൊക്കെ ഇവിടെ നിങ്ങളെല്ലാവരും സഹകരിക്കുകയും ഒപ്പം ഞാനിപ്പോൾ ഇവിടെ വന്നപ്പോൾ തന്നെ പാട്ട് കേട്ടുകൊണ്ടാണ് വരുന്നത്. പലരും ഇവിടെ പാടി, എത്ര മനോഹരമായിട്ടാണ് പാടുന്നത്. ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പാണ്. അപ്പോൾ അതിലുള്ള ആളുകൾ ഈ പാട്ടിനോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ് ഇവിടെ ഞാൻ കണ്ടത്. കുറച്ച് പാട്ടുകൾ കേട്ട് ഞാനും അർച്ചനയും കൂടി ഇവിടെ ഇരുന്ന് ആ പാട്ടുകളെല്ലാം ശ്രദ്ധിക്കുകയായിരുന്നു. പ്രായഭേദമന്യേ വളരെ ആവേശത്തോടെ, എന്നാൽ ഒട്ടും മോശമല്ലാത്ത തരത്തിൽ അതിമനോഹരമായാണ് ഇവിടെ പലരും പാടിയത്. പ്രായം ചെയ്യുന്ന ആളുകളൊക്കെ എത്ര മനോഹരമായിട്ടാണ് ക്ലാസിക്കൽ ടച്ചുള്ള പാട്ടുകൾ പാടിയത്. അപ്പോൾ ഈ സ്പിരിറ്റ് കളയേണ്ട. ഇനിയും ഇവിടെ സ്വാഗത പ്രസംഗകൻ സൂചിപ്പിച്ചതുപോലെ ഈ ശുദ്ധലയ മ്യൂസിക് ഓണാഘോഷം മാത്രമല്ല, നമ്മുടെ നാട്ടിലെ എല്ലാ ആഘോഷങ്ങളും കൃത്യമായും സംഘടിപ്പിച്ചുകൊണ്ട് ഇതിൽ പങ്കെടുക്കുന്നവരുടെ സ്നേഹം കൂടുതൽ കൂടുതൽ പിടിച്ചു പറ്റിക്കൊണ്ട് ഇനിയും നല്ല നല്ല അവസരങ്ങൾ ഇവിടെ ആരെ സൂചിപ്പിച്ചു, എത്രയോ പ്രതിഭകളെ ഈ ഗ്രൂപ്പിൽ നിന്നും അവർ വാർത്തെടുത്തു എന്നുള്ളതാണ്. അതൊരു വലിയ കാര്യമാണ്. ഇപ്പോൾ ഇവിടെ ഇരിക്കുന്ന ആളുകളെല്ലാം എല്ലാവരും ഇതുമായി ബന്ധപ്പെട്ട ആളുകളാണ്. ആർക്കൊക്കെ എപ്പോഴാണ് സമയം മാറി വരിക എന്ന് പറയാൻ പറ്റില്ല. അതാ എൻ്റെ മുമ്പിലിരിക്കുന്ന മുരളീകൃഷ്ണൻ. അദ്ദേഹം എത്രയോ കാലമായി സിനിമാ സീരിയൽ രംഗത്ത് അഭിനയിക്കുന്ന ആളാണ്. കാണാൻ സുന്ദര കുട്ടപ്പനാണ്. പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അദ്ദേഹത്തിന് സമയം തെളിഞ്ഞില്ല. അപ്പോൾ കലാകാരൻ എപ്പോഴും വേണ്ടത് ഭാഗ്യമാണ്. ആ ഭാഗ്യം തെളിഞ്ഞു വരുന്നത് ആർക്കാണ്, എവിടെയാണ്, എപ്പോഴാണെന്നൊന്നും പറയാൻ പറ്റില്ല. പ്രായം അതിനൊരു തടസ്സമേ അല്ല. ഗായകർക്ക് ശബ്ദം പതറിപ്പോയാൽ അതിനനുസരിച്ചുള്ള പാട്ട് വരും. പാടാൻ അയാൾ സമയമായിട്ടുണ്ടെങ്കിൽ. കുറച്ചുകൂടി ചെറുപ്പക്കാരായിരുന്നാൽ അതനുസരിച്ചുള്ള പാട്ട് വരും. അപ്പോൾ അതുകൊണ്ട് പാട്ട് പാടുന്നതിന് പ്രായവും ഒന്നുമില്ല. അതിനെ നമ്മൾ ഉപാസിക്കണം. ഗാനം പാടാൻ ആഗ്രഹിക്കുന്ന ആളുകൾ നമ്മൾ പാടാൻ ഉദ്ദേശിക്കുന്ന പാട്ടുകളായിരുന്നാലും ശാസ്ത്രീയമായി സംഗീതം അഭ്യസിച്ചാലും അതിനെ സാധകം ചെയ്ത് ഭംഗിയായി പഠിച്ച് അതിനു വേണ്ടിയുള്ളൊരു ശ്രമം നടത്തിയാൽ കൃത്യമായും അതിൻ്റെ ഗുണം കിട്ടും. ഇതിൽ ഈ ഗ്രൂപ്പിൽ പാടുന്നവർ എല്ലാവരും ഗ്രൂപ്പിൽ പാടുന്നവരാണ്. ഗ്രൂപ്പിൽ പാടുന്നവരെല്ലാം സംഗീതജ്ഞരാണെന്നൊന്നും പറയാൻ പറ്റില്ല. ശ്രുതി തെറ്റുന്നവരുണ്ട്, താളം പോകുന്നവരുണ്ട്. പിന്നെ മ്യൂസിക് ചെയ്തു വെച്ചതായിരിക്കില്ല ചിലപ്പോൾ അവർ പാടുമ്പോൾ വന്നു പോകുന്നത്. ഈ ഓണാഘോഷ പരിപാടിയിൽ ഭംഗിയായി സ്നേഹത്തോടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ മുഖം കാണുമ്പോൾ ഇതാണ് ഓണം, ഇതാണ് ശ്രുതിലയ എന്ന് ഞാൻ എൻ്റെ മനസ്സ് അറിയാതെ പറഞ്ഞു പോവുകയാണ്. അതാണ് വേണ്ടത്. അല്ലാതെ നമ്മളിവിടെ വന്ന് അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ അതൊന്നും അല്ലാതെ ഇവിടെ എല്ലാവരും സ്ത്രീകളെല്ലാം പല സ്ഥലത്തായി ഓടി നടക്കുന്നുണ്ട്. എല്ലാവരും ആത്മാർത്ഥമായി ഇതിൽ പങ്കുചേരുന്നു. ആ മനസ്സിനെ അഭിനന്ദിച്ചുകൊണ്ട് ശ്രുതിലയ അനന്തപുരി ശ്രുതിലയ മ്യൂസിക്കിൻ്റെ ഈ ഓണാഘോഷ പരിപാടി നിങ്ങൾക്കേവർക്കുമെല്ലാം നല്ലതും ഭവിക്കട്ടെ എന്ന് ജഗദീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങൾ പാടുന്ന ആളുകളാണ്, കൃത്യമായും പാട്ടുകൾ ഭംഗിയായി പഠിക്കുവാനും അത് സാധകം ചെയ്യുവാനുമുള്ള മനസ്സ് സർവേശ്വരൻ തരട്ടെ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും എല്ലാ നല്ലതും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് നിർത്തട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി.